ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അഡ്വാൻസറിൻ്റെ ക്വസ്റ്റൻ ആണ്. ശ്രദ്ധിക്കാം. എ പ്രൊജക്ടൈൽ ഈസ് ഫയർഡ് ഫ്രം ഹൊറിസോണ്ടൽ ഗ്രൗണ്ട് വിത്ത് സ്പീഡ് വി ആൻഡ് പ്രൊജക്ഷൻ ആംഗിൾ തീറ്റ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ. ഈ ഹൊറിസോണ്ടലുമായിട്ട് ഒരു വി വെലോസിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു തീറ്റ ആംഗിൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രൊജക്ഷൻ നടത്തി. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും, ഇതിങ്ങനെ ഇവിടെ വന്ന് വീഴും അല്ലേ. ശരി, അപ്പോൾ വെൻ ദ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ജി, അപ്പോൾ ജി എന്ന് പറയുന്ന ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ പ്രസൻസിലാണ് നടത്തുന്നതെങ്കിൽ ദ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ ഈസ് ഡി. ഓക്കെ, അതായത് ഇവിടുത്തെ പ്രൊജക്ടൈലിൻ്റെ റേഞ്ച് എന്തായിരിക്കും, അത് ഡി ആണെന്ന് തന്നിട്ടുണ്ട്. ബാക്കി വായിക്കാം. ഇഫ് അറ്റ് ദ മാക്സിമം ഹയസ്റ്റ് പോയിൻറ്റ് ഇൻ ഇറ്റ്സ് ട്രജക്ടറി, മാക്സിമം ഹയസ്റ്റ് പോയിൻ്റ് എന്താ, വന്ന് ഇതാ ഈ ഒരു പോയിൻ്റ് അല്ലേ, ഈ ഹൈറ്റ് എച്ച് ആണെന്ന് വിചാരിക്കുക. ഈ മാക്സിമം പോയിന്റിൽ വെച്ചിട്ട് എന്തുണ്ടായത്, ദ പ്രൊജക്ടൈൽ എൻറ്റേഴ്സ് എ ഡിഫറെൻറ്റ് റീജിയൻ. ഇത് വേറൊരു ലോകത്തിലേക്ക് പോവാണ്. ആ ലോകത്തിൻ്റെ പ്രത്യേകത എന്താ, വേറെ ദ എഫക്റ്റീവ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ജി ഡാഷ്. അതായത് ഇവിടെ ജി ആയിരുന്നു, ഇവിടെ നിന്ന് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറി, എന്തായിട്ട് മാറി, ജി ഡാഷ് ആയിട്ട് മാറി. അതിൻ്റെ വാല്യൂ ജി ബൈ 0.81 തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദെൻ ദ ന്യൂ റേഞ്ച് ഈസ്, പുതിയ റേഞ്ച് എന്ന് പറയുന്നത്, ഇവിടെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറുമ്പോൾ ആക്ച്വലി ഇങ്ങനെ പോയ ആളിപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വരെ പോകാതെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത്ര വരെ വരുള്ളൂ, കണ്ടോ, ഇങ്ങോട്ടേക്ക് വരും, കണ്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പുതിയ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ഡി ഡാഷ് ആണ്. ഓക്കെ, ഈ പുതിയ റേഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഡി ഡാഷും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് പറയുന്നു ഡി ഡാഷും ഡിയും തമ്മിലുള്ള റിലേഷൻ, അതായത് പുതിയ റേഞ്ചും പഴയ റേഞ്ചും തമ്മിലുള്ള റിലേഷൻ n ടൈംസ് ഡി ഇങ്ങനെയാണ്. കണ്ടോ, ഡി ഡാഷുകളുടെ n ടൈംസ് ഡി ആണെങ്കിൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ശ്രദ്ധിക്കടാ. ഇത് നോക്ക്, ഫുള്ള് ജി ആയിരുന്നെങ്കിൽ ഇങ്ങനെ പോകേണ്ട ആളായിരുന്നു, അപ്പോൾ ഡി ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം എന്തായിരിക്കും, d/2 ആയിരിക്കും. ഇത്രയും ഭാഗം d/2 ആയിരിക്കും. ഇനി പുതിയ ഗ്രാവിറ്റി വന്നപ്പോൾ ഉള്ള ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഈ ദൂരം ഉണ്ടല്ലോ, ഈ ഒരു ദൂരം ഡി ഡാഷ് എന്ന് പറയുന്ന ദൂരം, ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, d/2 കൂടെ എക്സ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഒന്ന് കണ്ടുപിടിക്കാം, അതോടെ ഈ പരിപാടികൾ തീരും. ഓക്കെ, അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാം, എക്സ് കണ്ടുപിടിക്കാം. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം, ഇത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ് അല്ലേ, ജി ഡാഷ് ആവുന്ന സമയത്തുള്ള ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഈ എക്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക. അത് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ, ഇവിടെ വി ആണ്, അപ്പോൾ ഇതിൻ്റെ ഈ കമ്പോണൻറ്റ് വി കോസ് തീറ്റ. മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയായിരിക്കും, അപ്പോഴും വി കോസ് തീറ്റ തന്നെയായിരിക്കും അല്ലേ. അതായത് ഇവിടെ നിന്ന് ജി ഡാഷിൻ്റെ പ്രസൻസിൽ പുതിയ ജേണി തുടങ്ങുന്ന സമയത്ത് ഇനീഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി എത്രയാണ്, വി കോസ് തീറ്റ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിട്ടുള്ള വി കോസ് തീറ്റനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താനായിട്ടുള്ള ടൈം കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുടാ, ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടില്ലേ. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടുത്തെ ടൈമിന് ഞാൻ ടി ഡാഷ് എന്ന് എഴുതി. ഓക്കെ, ശരി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ടി ഡാഷ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഇത് ഹാഫ് പ്രൊജക്ടൈലാണ്. ഫുൾ പ്രൊജക്ടൈലിൻ്റെ കേസിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് 2u sin θ/g ആണ്. ഇത് ഹാഫ് പ്രൊജക്ടൈലിൻ്റെ കേസിൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ, ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, √2h/g. തൽക്കാലം ഞാൻ ഡിറൈവ് ചെയ്ത് കാണിച്ചിരുന്നില്ല, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഹാഫ് പ്രൊജക്ടൈലിൻ്റെ കേസിൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, √2h/g. അപ്പോൾ നമുക്ക് എക്സ് എന്താണെന്ന് കിട്ടും, ഹൊറിസോണ്ടൽ വെലോസിറ്റി ആയിട്ടുള്ള വി കോസ് തീറ്റ ഇൻറ്റു ടി ഡാഷ് എന്താ, √2h/g. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ജി എന്താ, ഈ ഭാഗത്ത് ജി എന്താ, ജി ഡാഷ് ആണല്ലേ. അപ്പോൾ ഞാനിവിടെ ജി ഡാഷ് എന്ന് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഒന്നും കൂടെ എഴുതുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ ഇൻറ്റു √2h. ജി ഡാഷിൻ്റെ വാല്യൂ എന്താടാ, ജി ഡാഷിൻ്റെ വാല്യൂ g/0.81 ആണ്. സോ ജി ഇൻറ്റു 0.81 ഞാൻ എന്ത് ചെയ്തു, ഇവിടേക്ക് എഴുതി. ഓക്കെ, ശരി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ എച്ച് ഒന്ന് കണ്ടുപിടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ശരി. നമുക്ക് ഈ എച്ച് കണ്ടുപിടിച്ചാലോ, ഹൊറിസോണ്ടൽ മാക്സിമം ഹൈറ്റ്, നമുക്ക് തുടക്കത്തിലെ കണ്ടീഷൻ വെച്ചിട്ട് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാം. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ, u² sin² θ/g, u² sin² θ/g. ഇത് നമുക്ക് ഈ ഹൈറ്റ് കിട്ടില്ലേ. ശരി, അത് h ഈക്വൽ ടു, ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ വി എന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. സോ v² ദെൻ
സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ജി അല്ലേ? സോർണോ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ബാക്കി ഇങ്ങോട്ടേക്ക് എഴുതാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു വി കോസ് തീറ്റ ഇൻറ്റു റൂട്ടിൻ്റെ അകത്തുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക, 2 ഉണ്ട്. എച്ചിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. വി സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട് അല്ലേ? ദെൻ ഡിവിഷനിലൊരു ജി ഉണ്ട് ഇവിടെ അല്ലേ? പിന്നെ ഇവിടുത്തെ ഒരു ജി ഉണ്ട്, അതിവിടെ എഴുതി. പിന്നെ ഇവിടെ ഒരു 0.81 ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണുള്ളത് അല്ലേ? അപ്പോൾ എക്സ് ഈക്വൽ എന്താണെന്ന് കിട്ടി? ഇവിടെ ഒരു വി കോസ് തീറ്റ ഉണ്ട്. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എച്ചിൻ്റെ ഇക്വേഷൻ വി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ് അല്ലേ? ഇവിടെ ഒരു 2 കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 2 കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ 2 2 ക്യാൻസലായി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റൂട്ടിൻ്റെ അകത്തുനിന്ന് വി സ്ക്വയർ പുറത്തേക്ക് വരും. വി സ്ക്വയറിൽ നിന്ന് വി പുറത്തേക്ക് വന്നു, റൂട്ടിൻ്റെ പുറത്തെടുത്തു. സൈൻ സ്ക്വയർ തീറ്റയിൽ നമ്മൾ എന്ത് ചെയ്തു? സൈൻ തീറ്റേനെ പുറത്തേക്ക് എടുത്തു. ജി ഇൻറ്റു ജി സ്ക്വയറിൽ നിന്ന് ജിയും പുറത്തേക്ക് വന്നു അല്ലേ? പിന്നെ റൂട്ടിൻ്റെ അകത്ത് എന്തുള്ളത്? ഒരു റൂട്ട് 0.81 ആണുള്ളത് അല്ലേ? നമ്മളിങ്ങനെ എഴുതുന്ന സമയത്ത് എക്സ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ കിട്ടും, വി കോസ് തീറ്റ ഇൻറ്റു വി സ്ക്വയർ എന്ന് എഴുതട്ടെ, കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഡിവിഷനിൽ ജി ഉണ്ട്, റൂട്ട്. ഇതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? ഇതിൻ്റെ വാല്യൂ 0.9 ആയിരിക്കും. ശരിയല്ലേ? നിങ്ങൾ നോക്കി ഈ ഒരു ഇക്വേഷൻ ഞാൻ മുകളിലും താഴെയും 2 കൊണ്ട് ഇൻറ്റു ഇതെന്താ സംഭവിക്കുക? ഇതെന്താ സാധനം? 2v സ്ക്വയർ കോസ് തീറ്റ സൈൻ തീറ്റ. ഇതെന്താണ് സാധനം? ഇതെന്താ സാധനം? ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷനാണ്. യെസ് ഓർ നോ? ഇത് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ അല്ലേ? 2 കോസ് തീറ്റ സൈൻ തീറ്റേനെ എങ്ങനെ എഴുതാം? സൈൻ 2 തീറ്റ. അതായത് ഇത് വി സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണ്. ശരിയാണോ? ഇത് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് ആക്ച്വലി എന്താണ്? ഡി ആണ് അല്ലേ? ആക്ച്വലി ഹൊറിസോണ്ടൽ റേഞ്ച് എന്താ? ഡി ആണ്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഡിയുടെ ടേംസിൽ കിട്ടും. എന്താ കിട്ടുക? ഡിയുടെ ടേംസിൽ ഇതിന് പകരം ഞാൻ ഡി എന്ന് എഴുതാണ്. ഡി ഇൻറ്റു 0.9/2 എന്ന് കിട്ടി എക്സിൻ്റെ വാല്യൂ. യെസ് ഓർ നോ? ഇങ്ങനെ കിട്ടില്ല നമുക്ക്. സോ നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് എഴുതാം. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഡാഷ് ഈക്വൽ ടു d/2 എക്സ് ആഡ് ചെയ്യണം. എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 0.9/2 ടൈംസ് ഡി എന്ന് കിട്ടി. നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കുക. ഡി ഡാഷിൻ്റെ വാല്യൂ 1.9/2 ടൈംസ് ഡി എന്ന് കിട്ടും. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. ഡി ഡാഷിൻ്റെ വാല്യൂ കിട്ടിയില്ലേ നമുക്ക്? ദിസ് ഈസ് ഈക്വൽ ടു ND. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിയുടെ കൂടെ ഇതാണുള്ളത്, ഇവിടെ ഡിയുടെ കൂടെ N ആണുള്ളത്. അപ്പം എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1.9/2. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ എന്നിൻ്റെ വാല്യൂ.